രാഷ്ട്രീയമായി കാണേണ്ട ഒരു കാര്യമല്ല. ഇത് ആരാധനയുടെ ഭാഗമായി നടക്കുന്ന കാര്യമാണ്. ദേവസ്വം ബോർഡ് നടത്തട്ടെ. സർക്കാരിൻ്റെ ഒരു പരിപാടിയല്ല, ഇത് ദേവസ്വം ബോർഡിൻ്റെ പരിപാടിയാണ്. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സർക്കാർ സഹായങ്ങൾ ചെയ്യാറുണ്ട്. അതല്ല മറ്റൊരു കാര്യവും സർക്കാരിന് അതിലില്ല. അപ്പോൾ നല്ല നിലക്ക് ആ പരിപാടി നടക്കട്ടെ. പിന്നെ വിരട്ടലും കൊണ്ടൊന്നും പുറപ്പെടണ്ട കേട്ടോ. അതുകൊണ്ടൊന്നും പരിപാടി നടക്കാതിരിക്കില്ലല്ലോ. ഇത് രാജീവ് ചന്ദ്രശേഖറിന് കേരളത്തിൻ്റെ ഒരു ശരിയായ നില അറിയാത്ത ഒരാളാണ്. അതുകൊണ്ടായിരിക്കും അങ്ങനെയൊരു വിരട്ടുന്ന രീതിയിലൊക്കെ വർത്തമാനം പറഞ്ഞതെന്നാണ് തോന്നുന്നത്. ഇനി നേരത്തെ പറഞ്ഞ ഒരു കേസുകളുടെ കാര്യം പറഞ്ഞല്ലോ. ആ കേസുകളുടെ കാര്യത്തിൽ നേരത്തെ ഞങ്ങളൊരു തീരുമാനം എടുത്തതാണല്ലോ. അതായത് ഇവരുടെ എല്ലാം നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തീരുമാനമെടുത്തത്. അത്തരം കേസുകൾ പിൻവലിക്കുക എന്നത് ഈ അക്രമ സംഭവങ്ങൾ ഒഴികെയുള്ള കേസുകളെല്ലാം പിൻവലിക്കുന്നൊരു നിലപാടെടുത്തല്ലോ. അത് തീരുമാനമായതാണ് എല്ലാ കാര്യത്തിലും. ഒന്നും ബാക്കി നിൽക്കുന്ന കാര്യമല്ല. അപ്പോൾ ഈ കാര്യത്തിൽ നമുക്ക് അയ്യപ്പ സംഗമം നടക്കട്ടെ. ഭക്തരായിട്ടുള്ളവർ, അയ്യപ്പൻ്റെ ആളുകൾ, അയ്യപ്പനെ നല്ല നിലക്ക് കാണുന്നവർ എല്ലാവരും അവിടെ എത്തിച്ചേരട്ടെ. നമുക്ക് ആവശ്യമായ സഹായവും പിന്തുണയും അതിന് നൽകാം. ബാക്കി കാര്യമൊക്കെ പിന്നെ പറയാം. ഇപ്പോൾ തൽക്കാലം നിർത്താം. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രാജി ആവശ്യപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ കാര്യത്തിൽ വിരട്ടൽ ഇങ്ങോട്ട് വേണ്ട എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനോട് പറഞ്ഞിരിക്കുന്നു. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മന്ത്രിസഭയുടെ പ്രധാനപ്പെട്ട തീരുമാനമായിട്ട് പ്രകടന പത്രികയിൽ സൂചിപ്പിച്ചിട്ടുള്ള ഭൂപതിവ് നിയമ ഭേദഗതി ചട്ടങ്ങൾക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പതിച്ചു നൽകിയ ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം, ജീവനോപാധിക്ക് വേണ്ടി വിനിയോഗം അനുവദിക്കും, ഭൂമി വകമാറ്റിയുള്ള വിനിയോഗം ക്രമീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ LDFൻ്റെ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം കൂടി ഇതോടുകൂടി യാഥാർത്ഥ്യമായിരിക്കുകയാണ് എന്ന് മുഖ്യമന്ത്രി സൂചിപ്പിച്ചു. ഇത് മലയോര ജനതയ്ക്കുള്ള അംഗീകാരമാണ് ഈ ഭൂപതിവ് ഭേദഗതി ചട്ടം എന്നുകൂടി മുഖ്യമന്ത്രി സൂചിപ്പിച്ചു. കോഴിക്കോട് കല്ലാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണോദ്ഘാടനം 30-ാം തീയതി നടക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ലഹരിയുടെ ഉപയോഗവും വിതരണവും തടയാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പ്രവൃത്തികൾ വിജയകരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. വിവിധ മേഖലകളിൽ ഓണക്കാലത്ത് ലഭിക്കേണ്ട ക്ഷേമ ആനുകൂല്യങ്ങൾ കൃത്യമായി വിതരണം ചെയ്യാൻ കഴിഞ്ഞു. നിയമസഭാ സമ്മേളനം സെപ്റ്റംബർ 15 മുതൽ നടത്താൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു.